എല്ലാവർക്കും നമസ്കാരം. MSCയിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഇന്ന് നമ്മളൊരു ട്രെയിലർ റിയാക്ഷൻ ആയിട്ട് വന്നിരിക്കുന്നത്. മൂവിയുടെ നെയിമും കാര്യങ്ങളും മന്ദാകിനി എന്ന് പറയുന്നതാണ്. നമുക്ക് നേരെ എന്നാൽ ട്രെയിലറിലോട്ട് പോകാം. അതിനുശേഷം പറഞ്ഞതിന് ശേഷം ബാക്കി കാര്യങ്ങൾ പറയാം. നേരെ എന്നാൽ വീഡിയോയിലോട്ട് പോയാലോ. ആരോമലേട്ടൻ ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ? പറയരുത്, ജമ്മണ്ടങ്ങ് പറയരുത്. പറഞ്ഞ ലൈഫ് ടൈം തീർന്നു. അതെ, ഈ രാജലക്ഷ്മിയുടെ ഡ്രൈവിംഗ് സ്കൂളിൽ ഡ്രൈവിംഗ് പഠിക്കാൻ വന്നതാ ഈ പെങ്കൊച്ച്. ഞാനും വിചാരിച്ചു ഈ കിഴങ്ങിനെങ്ങനെ ഇത്രയും നല്ല പെങ്കൊച്ചിനെ കിട്ടിയെന്ന്. വിഭ്രാന്തിയും ടെൻഷനും പരിഭ്രമവും സ്കിസോഫ്രീനിയം അങ്ങനെ എന്തൊക്കെയോ ആണ്. ഇംഗ്ലീഷിൽ ഇതിനെ ആക്രോഫോബിയ എന്ന് പറയും. മോളെ, ഇവനും വേറെ പല ഫോബികളും ഉണ്ട്. ഞാൻ പിന്നെ പറഞ്ഞുതരാം കേട്ടാ. നമ്മുടെ ആരോമൽ എന്തോ ഒരു പന്തി, അവനോട് ഒറ്റയ്ക്ക് നിന്നിട്ട് എന്താണ്ടൊക്കെ കോപ്രായം കാണിക്കും. ഇതിനെയാണ് പറയുന്നത് സാരോഗസി. അളിയാ, ചുറ്റുള്ള ഒന്നും കാണാൻ പറ്റില്ല. ശരിയാവില്ല, ചുറ്റുള്ളൊക്കെ കാണും. ഫസ്റ്റ് നൈറ്റ് ആണ്. സ്വന്തം ആദ്യരാത്രിക്ക് മൂക്ക് മുട്ട കുടിച്ചു വായനാറ്റം കൊണ്ട് കയറി വന്ന മനുഷ്യനല്ലേ നിങ്ങൾ? ആരെ എനിക്കറിയാൻ പാടില്ല, ആളിനെ അറിയോ? എനിക്ക് നാണം തന്നെ. അമ്പളിക്ക് വരുന്നുണ്ട്. എന്താ അവന്റെ പേര്? ഞാൻ വരാറായോ? വരാറായില്ല. വരാറാകുമ്പോ ഞാൻ പറയാം. വണ്ടി കയറാൻ ഇതിനെന്തൊക്കെ പറ്റിയ നീ സമാധാനം പറയോ? എല്ലാരും തൂകും. ആരും ചിരിച്ചില്ല, അമ്മാവ ചമ്മിപ്പോയി. അനിയെ, ഒരു കോക്ടെയിൽ റെഡിയാക്കി വെച്ചോ. ഒരുത്തരം മൂക്കിലടിച്ചുള്ളത് മുണ്ടാവാണ് ചുറ്റി ഒരൊറ്റ ചവിട്ട. വീട്ടിൽ വന്ന് വാച്ച് നോക്കിയപ്പോണ്ടല്ല, ചില്ല് പൊട്ടിട്ട് കട്ട ചോര. ഇടിക്കാൻ മുമ്പ് ആരെങ്കിലും വാച്ചിട്ടു. കൊടുക്കണം, നല്ല ചെവി കുറ്റി നോക്കി കൊടുക്കണം. പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വർണ്ണന കൃഷ്ണകുമാർ, +2 പഠിക്കുമ്പോൾ ക്രിസ്റ്റീന ഐസക്, ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഈ വർണ്ണന കൃഷ്ണകുമാർ ഉണ്ടല്ലോ, അതിന്റെ അനിയത്തിയുണ്ട് സുവർണ കൃഷ്ണകുമാർ. ഇവര് 3 പേരും എന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആക്കി തകർന്നു പോയിരുന്നു. പാല് വേണ്ട, ഒരു മോരും വേണ്ട. എങ്ങനെയല്ല ഒന്ന് ചോദിച്ചു നോക്കിട്ടെ പ്ലീസ്. സുജിയേട്ടാ, അച്ഛൻ്റെ ഓപ്പറേഷൻ എപ്പോഴാന്നാ പറഞ്ഞേ? ടേക്ക് കെയർ. നല്ല അടിപൊളി ഒരു കോമഡി ഫാമിലി എൻ്റർടൈൻ മൂവി തന്നെ ആയിരിക്കുമെന്ന് 100% ഉറപ്പോടെ തന്നെ നമുക്ക് പറയാം കേട്ടോ. ചിരിച്ച് ചാവാനുള്ള ഒരുപാട് കോമഡി ഐറ്റം പീസ് നമ്മുടെ ഇതിനകത്തുണ്ട്. വേറൊരു കാര്യം എടുത്തു പറയുകയാണെങ്കിൽ, നമുക്ക് മലയാള സിനിമയുടെ സുവർണ്ണ കാലഘട്ടമാണ് 2024 തിരിച്ചു വന്നിരിക്കുകയാണ് മലയാളം മൂവിയും കാര്യങ്ങളും. അത് നല്ലൊരു മാറ്റം തന്നെയാണ്. അതിനുള്ള ഒറ്റ കാര്യമാണ് പ്രമേയുഗം, മോസ്ലർ, മഞ്ഞുബൽ ബോയ്സ്, അതുപോലെ തന്നെ പ്രമേയുഗം, ആവേശം, ആടുജീവിതം, പിന്നീട് വർഷങ്ങൾക്ക് ശേഷം, അങ്ങനെയുള്ള മൂവി എല്ലാം ഇപ്പോൾ ഹിറ്റോട് ഹിറ്റ്, നല്ല കളക്ഷൻ. പണ്ട് മലയാളം പടം ഞാൻ തിയേറ്ററിൽ ഷൂട്ട് ചെയ്യാൻ പോകുന്നത്, തിയേറ്റർ ബ്ലോഗും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പം തിയേറ്റർ ഷൂട്ട് ചെയ്യാൻ പോകുമ്പം അവിടുത്തെ തിയേറ്ററുകാർ മെയിനായിട്ട് പറയുന്നതാണ്, മലയാളം പടം എടുത്ത് ഇപ്പം ആളുമില്ല, പേരുമില്ല, കാണാൻ തന്നെ വളരെ മോശമാണ് ഇപ്പം മലയാളം പടത്തിൻ്റെ അവസ്ഥ എന്നാണ്. പക്ഷേ ഇന്ന് ആ തിയേറ്ററുകളിൽ നിന്ന് ചെല്ലുവാണെങ്കിൽ പറയും, മലയാളം പടം കൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം കിട്ടിയെന്ന് പറയും. അത്രയും പൈസ ഇപ്പം തിയേറ്ററുകളും സിനിമ പ്രൊഡക്ഷനും കാര്യങ്ങളും എല്ലാം വാരിയിട്ടുണ്ട്. നല്ല പോലെ തന്നെ അടിക്കുന്ന പടങ്ങളെല്ലാം 100 കോടി 200 കോടി ആ രീതിയിലാണ്. ആടുജീവിതമൊക്കെ പെട്ടെന്ന് തന്നെയാണ് ഇത്രയും പൈസയും കാര്യങ്ങളും കളക്ട് ചെയ്തത്. നല്ലൊരു സുവർണ്ണ കാലഘട്ടമാണ്. എനിക്കൊന്ന് ഈ മാസം, അതായത് മെയ് മാസം 26-നാണ് ഈ പടത്തിൻ്റെ റിലീസ്. എനിക്കൊന്ന് മെയ് മാസം ഇറങ്ങുന്ന പകുതി മുക്കാൽ പടങ്ങളും കോമഡി എൻ്റർടൈൻ മൂവി തന്നെയാണ്. മലയാള കോമഡി മൂവിയൊക്കെ ഇന്ന് മാറി നിന്ന് ഇതിപ്പോൾ വീണ്ടും കോമഡി മൂവിയിലോട്ട് മലയാള സിനിമ വരുന്നുണ്ട്, ആക്ഷൻ മൂവി വരുന്നുണ്ട്. എല്ലാം കൊണ്ടും മലയാള സിനിമയ്ക്ക് ഒരു സുവർണ്ണ കാലഘട്ടം തന്നെയാണ്. പറയാൻ ഇരിക്കാൻ വേണ്ടിയില്ല, ആ രീതിയിൽ തന്നെയുള്ള സുവർണ്ണ കാലഘട്ടമാണ് നമ്മുടെ മലയാള സിനിമയ്ക്ക്. പിന്നെ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ കൂടുതൽ പറയുകയാണെങ്കിൽ, പിന്നീട് എടുത്തു പറയേണ്ടത് നമ്മുടെ അൽത്താഫ് സലീമിൻ്റെ അഭിനയം കാര്യങ്ങൾ. എന്ത് നാച്ചുറലായിട്ടുള്ള അഭിനയം കാര്യങ്ങളാണെന്ന് പറയാം. നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് അഭിനയം കാഴ്ചകളൊക്കെ വെച്ചിരിക്കുന്ന. ഓരോ കഥാപാത്രങ്ങളും കോമഡി ആയാലും എല്ലാം പറഞ്ഞിരിക്കുന്നത് നല്ല കിഡിലായിട്ട് തന്നെയാണ് കേട്ടോ. ഓരോരുത്തരുടെ അഭിനയവും കാര്യങ്ങളും എല്ലാം എടുത്തു തന്നെ പറയാനാണ്. നല്ല അടിപൊളിയുള്ള കോമഡി സീനും കാര്യങ്ങളും എല്ലാം ക്രിയേറ്റ് ചെയ്യാനാണ് നമ്മുടെ ഈ മൂവി പോയിട്ടിരിക്കുന്നത്. എന്തായാലും തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയ നല്ല അടിപൊളി ഒരു മൂവിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടിപൊളി ഒരു മൂവി തന്നെയാണെന്ന് നമുക്ക് പറയാം 100%. ഒരു തിയേറ്റർ എക്സ്പീരിയൻസ്, ഒരു ഫാമിലി ഗുഡ് മൂവിയാണ്, കോമഡി വിത്ത് ഫാമിലി ഗുഡ് മൂവിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100% പറയാം അത് ആണെന്ന് തന്നെ നമുക്ക് പറയാം കേട്ടോ. കല്യാണം നടക്കുന്നു,
അതിനകത്ത് കുറെ വിറ്റ് കോമഡി ഒക്കെ ഉണ്ട്, നല്ല കിട്ടില്ല. ഇതിനൊക്കെ പെണ്ണ് കിട്ടും, ചുമ്മാ അല്ല അത്രയൊന്നും പറയുന്നത്. അതൊരു ഡ്രൈവിംഗ് സ്കൂളിൽ ആൾ പഠിപ്പിക്കുന്നു, ഒരു പെണ്ണിനെ കാണുന്നു, ഇഷ്ടപ്പെടുന്നു, സ്നേഹിക്കുന്നു, എല്ലാം കൊണ്ട് പോകുന്നു. അതിനുശേഷം കല്യാണത്തിന് ശേഷം നടക്കുന്ന കുറേ ക്രിയേറ്റീവ് കാര്യങ്ങളും കൂട്ടിക്കലക്കിയാണ് ഈ പടം വരാൻ പോകുന്നത്. എന്തായാലും ചെറിയൊരു അടി എന്തോ വഴക്കോ എന്തോ നടക്കുന്നുണ്ട്, അതിനിടെ ആർക്ക് എന്തൊക്കെയോ സംഭവിക്കുന്നു. അതിനുശേഷം വരുന്ന കഥകളും അതിനുശേഷം വരുന്ന കോമഡിയും കാര്യങ്ങളാണ് ഈ മൂവിയും കാര്യങ്ങളും വരാൻ പോകുന്നത് നമുക്ക് 100% തന്നെ പറയാം. എന്തായാലും നമുക്ക് ഈ അടുത്ത മാസം മെയ് മാസം 24 റിലീസും കാര്യങ്ങളാണ്. അപ്പോൾ എന്തായാലും നമുക്ക് കൂടുതൽ തിയേറ്റർ എക്സ്പീരിയൻസ് ആണോ അല്ലയോ എന്ന് നമുക്ക് അപ്പോൾ തന്നെ കൂടുതലായിട്ട് പറയാൻ പറ്റും. എന്തായാലും നല്ലൊരു ഫാമിലി ഗുഡ് കോമഡി മൂവി എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും നമ്മുടെ മൂവി വരാൻ പോകുന്നത്. അത് യാതൊരു മാറ്റമില്ല. അടുത്ത മാസമാണ് റിലീസും കാര്യങ്ങളും വരുന്നത്. 24 ഡേറ്റും കാര്യങ്ങളും വന്നിരിക്കുന്നത് നമ്മുടെ റിലീസ്. എന്തായാലും നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ അടിക്കാനും മറക്കാതെ പുതിയൊരു വീഡിയോ വരുന്നവർ നിങ്ങളുടെ സ്വന്തം ബൈ.